ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാംഗല്യത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഗോകുൽ ഇപ്പോൾ അമ്മുവിനെയും ഇന്ദുവിനെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ധനുഷ് ഇപ്പോൾ അവിടേക്ക് വന്നിട്ട് നിങ്ങൾ എത്തിയോ മക്കളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഗോകുൽ ഇപ്പോൾ ആവണിയെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് ടീച്ചറിൻ്റെ വീടായിരുന്നോ എന്ന്. അപ്പോൾ ആവണി പറയുന്നുണ്ട്, അതെ ഇതാണ് എൻ്റെ വീടെന്ന്. വരൂ നമുക്ക് അകത്തൊന്ന് കയറിയിട്ട് പോകാമെന്ന് പറയുന്നുണ്ട് ആവണി. അപ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് സമയമില്ല പോകണമെന്ന്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ സന്ദീപും അനൂപും കൂടി അവിടേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ സന്ദീപ് പറയുന്നുണ്ട്, ഞാനാണ് അമ്മുവിൻ്റെ അച്ഛനെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഗോകുലിനെ കണ്ടപാടെ അനൂപ് ഇപ്പോൾ ഗോകുൽ അനൂപിനെ രക്ഷിച്ച ആ ഒരു സന്ദർഭം ഓർത്തെടുക്കുകയാണ് അനൂപ്. സാറ് ഗോകുൽ സാറല്ലേ അന്ന് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് എന്നെ രക്ഷിച്ച സാറ് എന്നൊക്കെ അനൂപ് ഇപ്പോൾ ഗോകുലിനോട് ചോദിക്കുന്നുണ്ട്. അതെ ഞാൻ ഓർക്കുന്നു, വെറുതെയല്ല ആളിനെ കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയത് എന്ന് ഗോകുൽ പറയുമ്പോൾ അനൂപ് പറയുന്നുണ്ട്, സാറിനെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയാമോ? സാറിൻ്റെ നമ്പർ അന്ന് തന്നെങ്കിലും അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി എന്നൊക്കെ അനൂപ് പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, സാരമില്ല എന്തായാലും വീണ്ടും കാണാൻ സാധിച്ചല്ലോ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഗോകുൽ ചോദിക്കുമ്പോൾ അനൂപ് പറയുന്നുണ്ട്, ഇല്ല ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പവുമില്ല സാറേ, ഒന്ന് കയറിയിട്ട് പോകാം, എന്തായാലും വീട് വരെ വന്നതല്ലേ. അനൂപ് പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട്, ഇനി ഒരിക്കലാകാം, ഇന്നിപ്പോൾ ഒരുപാട് ലേറ്റായി എന്നൊക്കെ ഗൂഗിൾ പറയുമ്പോൾ ആവണിയും പറയുന്നുണ്ട്, സാരമില്ല സാർ, ഗൗരിമോൾ കൂടെ തന്നെ ഉണ്ടല്ലോ, ഒന്ന് കയറിയിട്ട് പോകാം പ്ലീസ് സാർ, മോളെ അച്ഛനോടൊന്ന് പറ എന്നൊക്കെ ഗൗരിയോടും ആവണി പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഗൗരിമോളും നിർബന്ധിക്കുന്നുണ്ട്, വാ അച്ഛാ നമുക്കൊന്ന് കയറിയിട്ട് പോകാമെന്ന്. വേറൊന്നും വിചാരിക്കല്ലേ സാറേ, ഇവിടെ വരെ വന്നതല്ലേ, ഒരു ഗ്ലാസ് ചായയെങ്കിലും കുടിച്ചിട്ട് പോകാം എന്നൊക്കെ അനൂപും പറയുന്നു. അങ്ങനെ ഇപ്പോൾ അവരെല്ലാവരും കൂടി അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കുട്ടികൾ രണ്ടുപേരും കൂടി ഓടി കമലയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരി ഗൗരിയും വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ഇപ്പോൾ അവരകത്തേക്ക് വന്നിരിക്കുകയാണ്. ആദ്യം ഗൗരിയാണ് അകത്തേക്ക് കയറുന്നത്. അർച്ചനയുടെ ഒരു ഫോട്ടോ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഗൗരി അത് കാണുന്നില്ല. ഗൗരി മോളെ കണ്ടപാടെ ഇപ്പോൾ കമല പറയുന്നുണ്ട്, മോളെ എനിക്കറിയാലോ എന്ന്. ഉടനെ ഗൗരി പറയുന്നുണ്ട്, അന്ന് പച്ചക്കറിക്കടയുടെ മുന്നിൽ വെച്ച് സവാളയ്ക്ക് പിന്നാലെ ഓടിയത് മുത്തശ്ശിയല്ലായിരുന്നോ എന്ന് ഗൗരി കമലയോട് ചോദിക്കുന്നു. ഈ സമയം ഗോകുലും ഇപ്പോൾ അകത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതാരാണെന്ന് മനസ്സിലായോ അമ്മേ എന്ന് അനൂപ് ഗോകുലിനെ കണ്ടി ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട്, ആ മനസ്സിലായി, ശോഭനയുടെ മകനല്ലേ, അന്ന് അമ്പലത്തിൽ വെച്ച് ഞങ്ങൾ കണ്ടതായിരുന്നു എന്നൊക്കെ കമല പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, ഞാൻ കുട്ടികളെ കൊണ്ടുവിടാൻ വന്നതായിരുന്നു എന്നൊക്കെ ഗോകുൽ പറയുമ്പോൾ ഗൗരിമോൾ പറയുന്നുണ്ട്, ഇത് എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഗൗരി ഇപ്പോൾ കമലയ്ക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, ഗോകുലിനോട് പറയുന്നുണ്ട്, ഈ മുത്തശ്ശിയെ എനിക്ക് നേരത്തെ പരിചയമുണ്ട് എന്ന് കേട്ട് ഗോകുൽ ചോദിക്കുന്നുണ്ട്, ആഹാ നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുള്ളവരാണോ എന്ന്. അപ്പോൾ ഗൗരി അപ്പോൾ പറയുന്നുണ്ട്, അച്ഛാ ഞാനന്ന് പറഞ്ഞില്ലായിരുന്നോ സവാളയ്ക്ക് പിന്നാലെ ഒരു മുത്തശ്ശി ഓടിയ കാര്യം, എന്നിട്ട് അന്ന് ആ മുത്തശ്ശി എന്തോ പറഞ്ഞേ, അത് സവാളയല്ല പൊട്ടറ്റോയാണെന്ന്. ആ മുത്തശ്ശിയാണച്ചാ ഇത് എന്നിങ്ങനെ ഗോകുലിനോട് പറയുന്നുണ്ട് ഗൗരിമോള്. ഇത് കേട്ടപ്പോൾ അനൂപ് ചോദിക്കുന്നുണ്ട്, ആഹാ ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു, അങ്ങനെ ഒരു കഥയൊക്കെ ഉണ്ടോ എന്ന്. അപ്പം ഉടനെ കമല പറയുന്നുണ്ട്, അതെ അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന സീക്രട്ടാണ് എന്നൊക്കെ പറഞ്ഞ് കമല ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ സമയം കുട്ടികൾ ഇപ്പോൾ ഗൗരിയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്, ഞങ്ങളുടെ റൂമൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇപ്പോൾ അവർ ഗോകുലിനോട് അവിടെ ഇരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഗോകുൽ ചെന്നിരിക്കുന്നത് അർച്ചനയുടെ ഫോട്ടോയുടെ തൊട്ട് മുന്നിൽ തന്നെയാണ്. തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഗോകുൽ ഇപ്പോൾ അർച്ചനയുടെ ഫോട്ടോ കാണുന്നില്ല. അന്ന് ആശുപത്രിയിൽ വെച്ച് സാറ് ചിലവാക്കിയ പണം എനിക്ക് തിരിച്ചു തരാൻ സാധിച്ചില്ല. തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ലാതെയായിരുന്നു സാർ ആ ഒരു വലിയ തുക അന്ന് ഹോസ്പിറ്റലിൽ അടച്ചത്. സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്നൊക്കെ അനൂപ് ഇങ്ങനെ ഗൂഗിളിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട് ഗൂഗിൾ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, അന്ന് പരിചയമില്ലായിരുന്നെങ്കിലും ഇപ്പോൾ നമ്മളൊക്കെ പരിചയക്കാരായില്ലേ എന്നൊക്കെ ഗൂഗിൾ പറയുന്നുണ്ട്. ഇപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, മോൻ വക്കീലാണല്ലേ? ഇത് കേട്ട് ഗൂഗിൾ പറയുന്നുണ്ട്, അതെ അമ്മേ, ഞാൻ ഇവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. ഉടനെ കമല പറയുന്നു, അതെ അന്ന് മോൻ്റെ അമ്മ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, പിന്നീടും ഞാനും അമ്മയും തമ്മിൽ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടിരുന്നു എന്നും കമല പറയുന്നു. എന്നിട്ട് ശേഷം പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ വലിയൊരു സങ്കടത്തിലാണ്, ഇന്ദുട്ടിയുടെ അച്ഛനെ പോലീസ് ഒരു കള്ളക്കേസിൽ കുടുക്കിയിരിക്കുകയാണ് എന്നൊക്കെ കമല പറയുന്നത് കേട്ട് ഗൂഗിൾ ഇപ്പോൾ പറയുന്നുണ്ട്, കുട്ടികളെ കൊണ്ടുവിടാൻ വന്നപ്പോൾ സച്ചിയെ ഞാൻ കണ്ടിരുന്നു, പക്ഷേ പിന്നെ അന്ന് വൈകിട്ട് ഞാൻ സച്ചിയെ അറസ്റ്റ് ചെയ്ത വാർത്തയാണ് കാണുന്നത്, സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഗോകുൽ ഇപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്. എല്ലാം വിശദമായി പറയാം എന്ന് അനൂപ് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം പറയുകയാണ് ഗോകുലിനോട് അനൂപ്. അങ്ങനെ ഇപ്പോൾ ഈ സമയം കുട്ടികൾ റൂമിൽ വന്ന് ഗൗരിയെ ഇപ്പോൾ അമ്മുക്കുട്ടിയും ഇന്ദുക്കുട്ടിയും കൂടി
അപ്പോൾ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതെല്ലാം പഴയ കളിപ്പാട്ടങ്ങളാണ്, ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ ഗൗരിമോൾ പറയുന്നുണ്ട്, അടുത്ത തവണ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ തരാം. ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം മറന്നുപോയി, ഒരു കാര്യം കാണിക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഗൗരിയുടെ കയ്യിലിരുന്ന ആ ബാഗ് എടുത്ത് ആ കട്ടിലേക്ക് കുടഞ്ഞിടുന്നുണ്ട്. ഈ സമയം കുറച്ച് കളിപ്പാട്ടങ്ങളുടെ കൂടെ അവന്തികയുടെ ആ ഒരു തോക്കും വീഴുന്നുണ്ട്. കുട്ടികൾ ഇപ്പോൾ ഇത് കണ്ടിട്ട് എന്താ ഇത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗൗരി പറയുന്നുണ്ട്, ഇത് ചിപ്പിയുടേതാണ്, ഞാനത് കൊടുക്കാൻ മറന്നുപോയി, നാളെ ക്ലാസ്സിൽ വരുമ്പം ഇനി കൊണ്ട് കൊടുക്കണം, ഞാൻ തന്നെ കൊടുത്തോളാം എന്നൊക്കെ ഇങ്ങനെ ഗൗരിമോള് ഇങ്ങനെ അവരോട് രണ്ടുപേരോടുമായി പറയുന്നുണ്ട്. എന്നിട്ടിപ്പോൾ കുട്ടികളെല്ലാം അതെടുത്ത് മാറി മാറി എടുത്ത് കയ്യിൽ പിടിച്ച് നോക്കുന്നുണ്ട്. അമ്മു ഇപ്പോൾ അത് കയ്യിലെടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് കളിപ്പാട്ടമാണോ, ഇതിന് നല്ല വെയിറ്റ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇന്ദു പറയുന്നുണ്ട്, ചിപ്പിയുടെ അമ്മ വിദേശത്തൊക്കെ പോകുന്നതല്ലേ, അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന കളിപ്പാട്ടമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ടിട്ട് ശരിക്കുമുള്ള തോക്ക് പോലെ തന്നെയുണ്ട് എന്നൊക്കെ ഇന്ദു പറയുമ്പോൾ അമ്മു ചോദിക്കുന്നുണ്ട്, അതിന് നീ ശരിക്കുമുള്ള തോക്ക് കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇന്ദു പറയുന്നുണ്ട്, അതെ ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഏയ് അതൊന്നും സിനിമയിൽ കാണിക്കുന്നതൊന്നും ഒറിജിനലല്ല, അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണെന്ന് അമ്മു പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഗൗരി അങ്ങനെ ആ തോക്ക് കയ്യിലേക്ക് മേടിച്ചിട്ടുണ്ട്. അത് കൈ പിടിച്ചുകൊണ്ട് തന്നെ ഗൗരി ഇപ്പോൾ ഇന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, ഇന്ദു നീ വരച്ച പടങ്ങളൊക്കെ എവിടെയെന്ന്. ഉടനെ അമ്മു പറയുന്നുണ്ട്, ഏയ് അതൊന്നും കൊള്ളില്ല, അതൊക്കെ ഇച്ചിരി ചെറിയ ചെറിയ പടങ്ങളാണ്, അതൊന്നും കൊള്ളില്ല, കാണാൻ കൊള്ളില്ല എന്ന് പറയുന്നു. അപ്പോൾ ഗൗരി പറയുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, അതൊന്ന് കാണാമല്ലോ അമ്മു, നീ അതെടുത്ത് കാണിക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് ഗൗരി. അപ്പോൾ അമ്മു അത് എടുക്കാൻ പോകുമ്പോൾ ഇന്ദു തടയുന്നുണ്ട്, വേണ്ട അത് കൊള്ളില്ല, അത് കാണാൻ കൊള്ളില്ല എന്നൊക്കെ പറയുന്നു. ഉടനെ ഗൗരി പറയുന്നുണ്ട്, അത് സാരമില്ല എടുക്കെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇന്ദു തന്നെ ആ ഒരു ചിത്രം എല്ലാം ഡ്രോയിങ്സ് എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഗൗരിമോളുടെ കയ്യിലിരുന്ന ആ ഒരു തോക്കെടുത്ത് അവിടെ ഇരിക്കുന്ന ടേബിളിൻ്റെ മുകളിലേക്ക് വെക്കുന്നുണ്ട് ഗൗരി. എന്നിട്ട് ആ ഡ്രോയിങ്സ് എല്ലാം എടുത്ത് വെച്ച് കാണുന്നുണ്ട് ഗൗരി ഇപ്പോൾ. എന്നിട്ട് പറയുന്നുണ്ട്, കൊള്ളാലോ, ഇതൊക്കെ അടിപൊളിയാണല്ലോ എന്ന്. വീണ്ടും ഇപ്പോൾ കമലയാണ് കാണിക്കുന്നത്. കമല ഇപ്പോൾ ഗോകുലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ കമല എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോളുണ്ടായിരുന്നെങ്കിൽ സച്ചിക്ക് ഇപ്പോഴത്തെ ഈ അവസ്ഥയൊന്നും വരില്ലായിരുന്നു എന്നൊക്കെ സങ്കടത്തോടെ പറയുന്നുണ്ട് കമല. ഇപ്പോൾ സന്ദീപും പറയുന്നുണ്ട്, 1-2 ക്രിമിനൽ ലോയേഴ്സിനെ കണ്ടിരുന്നു, പക്ഷേ അവർക്ക് വലിയ തുകയാണ് ചോദിക്കുന്നത്. ഇത് കേട്ട അനൂപും പറയുന്നുണ്ട്, വൈകുന്നേരം വേറൊരു വക്കീലിനെ കാണാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷേ വലിയ പൈസ കൊടുത്ത് വക്കീലിനെ വെക്കാൻ പോലും ഉള്ള ഒരു സാഹചര്യമല്ല ഞങ്ങൾക്കിപ്പോൾ എന്നൊക്കെ അനൂപ് പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട്, ഇതിനൊക്കെ കാരണം അവളാണ്, അവന്തിക, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പോലും കാരണം അവന്തികയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കമലയും പറയുന്നു, എൻ്റെ അച്ചു പോകാൻ കാരണവും അവൾ തന്നെയാണ്, ഞങ്ങളുടെ പിന്നാലെ നടന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ജീവിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ പഴങ്കഞ്ഞിക്കട തുടങ്ങിയത് പോലും അവൾ ഗുണ്ടകളെ കൊണ്ട് അടിച്ചു പൊളിച്ചു, എത്രയോ തവണ അനൂപിന് കിട്ടേണ്ട ജോലി അവൾ ഇല്ലാതാക്കിയെന്നറിയാമോ, ഇപ്പോൾ കണ്ടില്ലേ സച്ചിയെ കൊലക്കേസിൽ പ്രതി വരെയാക്കി. ഇതൊക്കെ കേട്ട് ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഗോകുൽ. അമ്മ പറഞ്ഞതെല്ലാം സത്യമാണ്, ഞങ്ങളുടെ കുടുംബം അവളാണ് തകർത്തത്, എൻ്റെ ഏട്ടൻ്റെ പഴയ ഭാര്യ, ഞങ്ങളെ ഓരോരുത്തരെയും തകർക്കലാണ് അവളുടെ ലക്ഷ്യം എന്ന് സന്ദീപും പറയുന്നു. പിന്നീട് കേസുമായി ഞങ്ങളില്ലെങ്കിൽ പിന്നെ കേസുമായി ഞങ്ങൾ മുന്നോട്ട് പോവില്ലല്ലോ, ആ കേസിൻ്റെ കാര്യത്തിലും ഇനി നല്ലൊരു വക്കീലിനെ വെക്കേണ്ടി വരും, ഇപ്പോൾ അതും തണുത്ത മട്ടാണെന്ന് അനൂപ് പറയുന്നു. എങ്ങനെയും സച്ചിയെ ജാമ്യത്തിൽ ഇറക്കിയേ പറ്റൂ മോനെ, സച്ചി ഒരിക്കലും ജയിലിൽ കിടക്കാൻ പാടില്ല, അമ്മയൊരു കാര്യം ചോദിച്ചാൽ മോൻ വേറൊന്നും വിചാരിക്കരുത്, സച്ചിയുടെ കേസ് മോന് വാദിക്കാൻ പറ്റുമോ, വലിയ കാശൊന്നും ഞങ്ങളെ തരാനില്ല പക്ഷേ എന്നൊക്കെ ഇങ്ങനെ കമല പറയുന്നത് കേട്ട് ഗൂഗിൾ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ എന്നോട് അമ്മ അങ്ങനെ ചോദിച്ചതിൽ തെറ്റില്ല, പക്ഷേ ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്, അതുകൊണ്ട് തന്നെ ഈ കേസിൽ സച്ചിക്കെതിരെയായിരിക്കും എനിക്ക് വാദിക്കേണ്ടി വരുന്നത്, ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ കടമ ഇതുപോലെ ഒരു കേസിൽ വാദിഭാഗത്തിന് വേണ്ടി വാദിക്കുക എന്നതാണ്, ഈ കാര്യത്തിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല, അമ്മ എന്നോട് ക്ഷമിക്കണം എന്നിങ്ങനെ വളരെ സങ്കടത്തോടെ ഇപ്പോൾ ഗോകുൽ കമലയോട് പറയുന്നുണ്ട്. അപ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി എൻ്റെ സച്ചിമോൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണോ, അത് മോൻ്റെ കൈകൊണ്ടായിരിക്കുമോ എന്നൊക്കെ കമല ചോദിക്കുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, അമ്മ വിഷമിക്കേണ്ട, നമ്മുടെ കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്, ചെയ്യാത്ത തെറ്റിന് മനഃപൂർവ്വം ഒരു കോടതിയും ആരെയും ശിക്ഷിക്കില്ല, കേട്ടിടത്തോളം ഈ കേസിൽ അയാളെ ശിക്ഷിക്കാനുള്ള തെളിവൊന്നും തന്നെയില്ല, സച്ചിയുടെ മേലിൽ ചാർത്തിരിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞാലേ ജാമ്യത്തിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് പറയാൻ സാധിക്കൂ, പിന്നെ പോലീസ് മനഃപൂർവ്വം ഒരാളെ പ്രതിയാക്കി ജയിലിൽ അടയ്ക്കണമെന്ന് തീരുമാനിച്ചാൽ ചിലപ്പോൾ ജാമ്യം കിട്ടാൻ കുറച്ച് പ്രയാസമാണെന്ന് വരും,
അങ്ങനെ സംഭവിച്ച കേസുകളും ധാരാളമുണ്ട് എന്നൊക്കെ ഗൂഗിൾ പറയുന്നത് കേട്ട് അനൂപ് ഇപ്പോൾ പറയുന്നുണ്ട്. നല്ല വക്കീലന്മാർ കേസ് ഏറ്റെടുത്തില്ലെങ്കിൽ കോടതി ഏർപ്പാടാക്കി തരുന്ന ഒരു വക്കീലിനെ ആശ്രയിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നത് കേട്ട് ഗൂഗിൾ ഇപ്പോൾ പറയുന്നുണ്ട്. അതിനെ നിങ്ങൾ മോശമാക്കി കളയണ്ട, കോടതി എപ്പോഴും നല്ല വക്കീലിനെ തരൂ എന്നൊക്കെ ഗൂഗിൾ പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോൻ വിചാരിച്ചാൽ ഞങ്ങളെ സഹായിക്കാൻ കഴിയില്ലേ എന്ന് കമല ഒന്നുകൂടി ചോദിക്കുന്നു. ഇത് കേട്ട് ഗൂഗിൾ പറയുന്നുണ്ട്, അമ്മേ, ഈ കേസിൽ സച്ചിക്ക് അനുകൂലമായി വാദിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ നിരപരാധികൾക്ക് ശിക്ഷ കിട്ടാൻ വേണ്ടി സാധാരണ ഞാൻ വാദിക്കാറില്ല. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട്. ഈ സമയം ഗൗരിയും ഇപ്പോൾ അവിടേക്ക് വരുന്നു. അങ്ങനെ ഇപ്പോൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് അവർ മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ കാറിൽ കയറുന്നതിന് മുമ്പായി ഗോകുൽ ഇപ്പോൾ കമലയോട് പറയുന്നുണ്ട്, വിഷമിക്കേണ്ട, ഞാൻ വക്കീലാണെങ്കിലും ഞാനൊരു ദൈവവിശ്വാസി കൂടിയാണ്. കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. കാരാഗൃഹവാസം അനുഭവിക്കാൻ ഒരാൾക്ക് ജാതകയോഗമുണ്ടെങ്കിൽ അയാളത് അനുഭവിച്ചേ പറ്റൂ. പല കേസുകളിലും കോടതി വെറുതെ വിടില്ല എന്ന് വിചാരിച്ചിട്ടും അവരെ വെറുതെ വിട്ടിട്ടുണ്ട്. ചിലർക്ക് സമയം നല്ലതാണെങ്കിൽ അയാൾക്കത് നന്നായി വന്നിട്ടുണ്ട്. എല്ലാം തീരുമാനിക്കുന്നത് കോടതിയാണ് എന്ന് പറഞ്ഞിട്ട് ഗോകുൽ ഇപ്പോൾ അവിടെ നിന്നും ഗൗരിമോളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു തോക്ക് ഇന്ദുവിൻ്റെ അമ്മുവിൻ്റെയും റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഗൗരി അത് എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് സച്ചിയാണ്. സച്ചി ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നീ ആരെയും നോക്കുന്നത്? നിന്റെ വീട്ടുകാരെയോ അതോ വക്കീലിനെയോ എന്നൊക്കെ രാജീവ് ഇപ്പോൾ സച്ചിയോട് ചോദിക്കുന്നുണ്ട്. എന്തിനാ സാറേ നിരപരാധിയായി എന്നെ സാർ ഈ കേസിൽ കൊടുക്കിയത് എന്ന് സച്ചി ചോദിക്കുന്നു. കൊലപാതകം ചെയ്തിട്ട് നീ എൻ്റെ മുന്നിൽ അഭിനയിക്കുന്നോ? നിന്റെ വിധി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല. പിന്നെ ഇതൊരു ചടങ്ങ് മാത്രം എന്നൊക്കെ രാജീവ് ഇപ്പോൾ പറഞ്ഞിട്ട് അങ്ങനെ സച്ചി ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് രാജീവ്. ഈ സമയം അവന്തിക ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ അവന്തികയെ സച്ചി കാണുന്നുണ്ട്. ഇത് കണ്ട് വളരെയധികം ദേഷ്യത്തോടെ സച്ചി ഇപ്പോൾ അവന്തികയെ നോക്കുമ്പോൾ അവന്തിക വളരെയധികം സന്തോഷത്തോടെ സച്ചിയുടെ കയ്യിൽ അണിഞ്ഞിരിക്കുന്ന ആ ഒരു വിലങ്ങിലേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ടിപ്പോൾ സച്ചിയുടെ അരികിലേക്ക് വന്നിട്ട് അവന്തിക പറയുന്നുണ്ട്, എൻ്റെ അമ്മാവനെ കൊന്നിട്ട് രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ ഇതുപോലെ ഒരു വിലങ്ങ് നിന്റെ കയ്യിൽ വീഴുന്നത് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് നടന്നു. ഇത് കേട്ടിപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്നെ കുടുക്കിയതിന് പിന്നിൽ നീ ആയിരുന്നല്ലേ? നന്നായി സാറേ, വളരെ നന്നായി. ഈ കേസിൽ സാറിനുള്ള ഗുണം എന്താണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്നൊക്കെ സച്ചി പറയുമ്പോൾ, നിന്റെ ജീവിതം ജയിലിനകത്താണ്. ഇവിടെ നിന്ന് നിനക്കൊരു ജാമ്യവും കിട്ടാൻ പോകുന്നില്ല. നല്ലൊരു വക്കീല് പോലും നിനക്ക് വേണ്ടി ഹാജരാകില്ല എന്നൊക്കെ ഇപ്പോൾ അവന്തിക പറയുന്നുണ്ട്. ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ടാകും എന്ന് സച്ചി പറയുമ്പോൾ ഇപ്പോൾ പോലീസുകാർ ഇപ്പോൾ സച്ചിയെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് കണ്ടിപ്പോൾ വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് രാജീവും അവന്തികയും. അവന്തിക ഇപ്പോൾ രാജീവിനോട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും അവന് ജാമ്യം കിട്ടരുത്. ഇത് കേട്ടപ്പോൾ രാജീവ് പറയുന്നുണ്ട്, മേഡത്തിനൊരു കാര്യം അറിയാമോ? ഒരു പ്രതിക്ക് പോലീസുകാർ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ അത് മാറ്റാൻ പിന്നെ മുകളിലിരിക്കുന്ന ദൈവം വിചാരിച്ചാൽ പോലും സാധിക്കില്ല. മേഡം കാറിൽ പോയി ഇരുന്നോളൂ, കോടതി തുടങ്ങാൻ സമയമായി എന്നൊക്കെ രാജീവ് ഇപ്പോൾ അവന്തികയോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഗോകുൽ ഇപ്പോൾ അവിടേക്ക് വരുന്നത്. അങ്ങനെ ഇപ്പോൾ അവരുടെ മുന്നിലേക്ക് ജൂനിയർ വക്കീലുമായിട്ട് ഗോകുൽ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.